അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഇത് പുതിയ ഡിസ്പ്ലേ ആണ്. അപ്പം പഴയ ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ ഡിസ്പ്ലേ. ഇത് കംപ്ലൈൻ്റ് ആണ്. നമുക്കിനി ഈ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ ഡിസ്പ്ലേ മാറ്റി പുതിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, ഓക്കെ ആണ്. അപ്പം കസ്റ്റമർ നമ്മോട് പറഞ്ഞ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ വർക്കാകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇതിനകത്ത് നിന്ന് എന്തോ കരിഞ്ഞ് മണക്കുന്ന ഒരു ബേണിങ് സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ കണക്ടറിൻ്റെ ആ വയറുകളെല്ലാം ഓൾറെഡി കരിഞ്ഞതായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ വയറുകളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു 80Hൻ്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ട്യൂബുലർ ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സെയിം ബാറ്ററി തന്നെയാണ്. അപ്പം ബാറ്ററി ഒന്നും കാണിക്കുന്നില്ല. ഓൾറെഡി പല വീഡിയോയിൽ കാണിക്കുന്നതായതുകൊണ്ടാണ് ബാറ്ററി കാണിക്കാത്തത്. അപ്പം ഡിസ്പ്ലേയിൽ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഈ UPSൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചേക്കാണ്. കാരണം നമുക്ക് ബൾബ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനൊക്കെയുള്ള ഒരു ഈസി ആയി മെത്തേഡ് എന്ന രീതി ചെയ്തേക്കുന്നതാണ്. ഇവിടെ തന്നെ നമ്മൾ ഫ്രീക്വൻസി മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രീക്വൻസി മീറ്ററാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ ഒരു DC ആംബിയർ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർജിങ് ആംബിയർ അതുപോലെ ഡിസ്ചാർജിങ് ആംബിയർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണത്. പിന്നെ ഈ സൈഡിൽ ഒരു DC വോൾട്ടിമീറ്ററാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ബാറ്ററി വോൾട്ടേജ് അതിൽ കാണിക്കുന്നുണ്ട്. 12.66 ആണ് കാണിക്കുന്നത്. ഈ ഗ്രീനിൻ്റെ തൊട്ടിപ്പുറത്ത് കാണിക്കുന്നതും ആംബിയറാണ്. പക്ഷേ ഞാനത് കണക്ട് ചെയ്തിട്ടില്ല. ആ സൈഡ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ എററായിട്ട് കാണിക്കുന്നത്. ഈ സൈഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മളിവിടെ ഒരു DC ആംബിയർ മീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യാത്തത്. നമുക്കിവിടെ നമുക്ക് ജസ്റ്റ് ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ആ മീറ്ററിൽ നമുക്ക് DC ആംബിയർ ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ 1.7 ആംബിയറാണ് നോ ലോഡ് കറണ്ട്. ഇവിടെ DC ആംബിയർ മീറ്ററിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നോ ലോഡ് കറണ്ടാണ്. അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് 12.55 ആണ് ഇപ്പോഴത്തെ ബാറ്ററി വോൾട്ടേജ്. ഞാനൊരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്യുകയാണ്. ഞാൻ ഒരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്തു. 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് DC ആംബിയർ മീറ്ററിൽ 15.3 ആംബിയറാണ് കാണിക്കുന്നത്. DC ആംബിയറാണ് 15.3. ബാറ്ററി വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. 12.0 ആണ് ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് എത്ര സമയം ബാക്കപ്പ് 200 വാട്ട്സിൽ കിട്ടുമെന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കൊരു 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഡിസ്പ്ലേ കാണിക്കും. കാരണം ഇത് ബൾബ് ഓൺ ചെയ്ത് കുറച്ച് ഒരു ചെറിയൊരു ടൈം എടുക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള ബാക്കപ്പ് നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. ഇപ്പം കാണിക്കുന്നുണ്ടോ 7.53 7 hours 53 minutes ആണ് നമുക്ക് ഈ 200 വാട്ട്സ് ബൾബ് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ബാക്കപ്പ് ടൈമിംഗ് ആണ്. നമ്മൾ മെയിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയ ഉടനെ ഇതിനകത്ത് കാണിക്കുന്നതല്ല കറക്റ്റ്. കറണ്ട് പോയി കഴിഞ്ഞ് നമ്മൾ UPS മോഡിൽ വർക്ക് ചെയ്ത് 1 മിനിറ്റ് കഴിയണം. 1 മിനിറ്റ് കഴിയുമ്പോഴേ ആക്യുറേറ്റ് ആയിട്ടുള്ള ബാക്കപ്പ് നമുക്കിന്നത് കിട്ടത്തുള്ളൂ. കാരണം അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ടൈമും ഡിലേ ഉണ്ട്. അതാണ് ഞാൻ മെയിൻസ് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഞാൻ ലോഡൊന്ന് ഓഫ് ചെയ്യുകയാണ്. ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ലോഡൊന്ന് ഓഫ് ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം മെയിൻസ് ഇവിടെ കാണിക്കുന്നതാണ്. മെയിൻസ് ഓൺ ആയിട്ടുണ്ട്. ഉണ്ടോ മെയിൻസിൻ്റെ ഇവിടെ സിമ്പിൾ വന്നിട്ടുണ്ട്. ബാറ്ററി ചാർജ് ആകുകയാണ്. മേളിലോട്ട് കാണിക്കുന്നത് ബാറ്ററി ചാർജ് ആകുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആംബിയർ മീറ്ററിൽ നോക്കിയോ ഇപ്പം ചാർജിങ് ആംബിയർ ഇപ്പം കാണിക്കും. ഇപ്പോൾ 0 ആണ്, സ്റ്റാർട്ടായിട്ടില്ല. ചാർജിങ് ആംബിയർ സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പം ചാർജിങ് ആംബിയർ സ്ലോ ആയിട്ട് സ്റ്റാർട്ടായി വരികയാണ്. ഉണ്ടോ 1 ആംബിയറായി, 1.6 ആയിട്ടുണ്ട്, 2 ആംബിയർ ആയിട്ടുണ്ട്, 3 ആംബിയർ ആയിട്ടുണ്ട്, 4 ആംബിയർ ആയിട്ടുണ്ട്, 5 ആയിട്ടുണ്ട്. ഉണ്ടോ
12.8 14 ആംബിയർ വരെ നമുക്ക് അവിടെ ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ചാർജിങ് ആംബിയർ ആണ് ഇപ്പം കാണിക്കുന്നത് 14.3 ആംബിയർ ബാറ്ററി ചാർജിങ് ആംബിയറാണ്. ബാറ്ററി വോൾട്ടേജ് നോക്കിക്കോളൂ, 13.15 എത്തിയിട്ടുണ്ട്, 13.18, 19, 13.23 കണ്ടോ. ബാറ്ററി വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നുണ്ടോ. 13.38 ആയി, 39 ആയി, 13.42 ആയി, 43 ആയി. പിന്നെ ബാറ്ററി വോൾട്ടേജ് ഫുള്ളാകുമ്പോൾ, ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് അവിടെ ചാർജിങ് ആംബിയർ സ്റ്റോപ്പാകും, ചാർജിങ് സ്റ്റോപ്പാകുന്നതാണ്. ഇവിടെ കണ്ടോ, ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടോ 57 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബാറ്ററി ഫുൾ ചാർജ് ആകുമെന്നാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് ഇപ്പം 14 ആയിട്ടുണ്ട്. എത്ര വോൾട്ട് എത്തുമ്പോഴാണ് ചാർജിങ് സ്റ്റോപ്പ് ആകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതുണ്ട്, ചാർജിങ് ആംബിയർ ഡൗൺ ആയിട്ടുണ്ട്, 9 ആയിട്ടുണ്ട്. നേരത്തെ 14 ആയിരുന്നു, 9 ആയിട്ടുണ്ട്, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഓഫ് ചെയ്യണം. മെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട്, ലോഡ് നമ്മൾ ഓഫ് ചെയ്തേക്കാണ്. മെയിൻ ഓഫ് ചെയ്തു, UPS മോഡാണ് വർക്കിങ്. 1.7 ആംബിയർ DC ആംബിയർ ആണ് നോ ലോഡ് കറണ്ട്. ബാറ്ററി വോൾട്ടേജ് 13.4 ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻവെർട്ടർ മോഡിൽ, മെയിൻസ് ഓഫാണ്, നമുക്ക് ഇൻവെർട്ടർ മോഡിൽ ഫ്രീക്വൻസി നമുക്ക്, ഇത് ഞാൻ ഫ്രീക്വൻസി കണക്ട് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസി മീറ്റർ. ഇതുണ്ടോ, ഇവിടെ ലൂസാണ്. കണ്ടോ, 50 ഹെഡ്സ് ആണ് ഇപ്പം കാണിക്കുന്നത്, 50 ഹെഡ്സ്. 50 ഹെഡ്സ് ആണ് ഈ UPSൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ്, 50 ഹെഡ്സ് ആണ്. ഞാനൊരു മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടെ കാണിച്ചു തരാം. ഞാനൊരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. ഞാൻ മൾട്ടിമീറ്റർ ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. 214 വോൾട്ടാണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ലൈറ്റ്, ബാക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യണം. കണ്ടോ, ഇതാണ് നമുക്ക് നമുക്കിപ്പം UPSൻ്റെ ഔട്ട്പുട്ട് വോൾട്ടാണ് ഈ കാണിക്കുന്നത്, 214.6 വോൾട്ട്. നമുക്കിനി ഫ്രീക്വൻസി നോക്കാം. നമ്മളിവിടെ ഓൾറെഡി ഫ്രീക്വൻസി നമുക്ക് 50 ഹെഡ്സ് എന്ന് കാണിച്ചിരുന്നു കേട്ടോ. 50 ഹെഡ്സ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ മീറ്ററിൽ. ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ലൂസ് കണക്ഷനാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇതുണ്ടോ, 50 ഹെഡ്സ് ആണ് കാണിക്കുന്നത് ഫ്രീക്വൻസി. നമുക്ക് ഈ മീറ്ററിലും നമുക്കൊന്ന് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്രീക്വൻസി ഓപ്ഷനിലേക്ക് പോവാണ്. ഇതുണ്ടോ, നമുക്ക് ഫ്രീക്വൻസി കാണിക്കുന്നുണ്ടോ, 50 ഹെഡ്സ് ആണ് എൻ്റെ ഫ്രീക്വൻസിയുടെ. ഇത് 50 ഹെഡ്സ് ആണ് ഇവിടെ ഫ്രീക്വൻസി കാണിക്കുന്നത്, 50 ഹെഡ്സ്. AC വോൾട്ടേജ് ആണ് 214.6 വോൾട്ട്. ഞാൻ ജസ്റ്റ് മെയിൻസ് ഓൺ ചെയ്യാണ്. ഈ കാണിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ വോൾട്ടേജ് ആണ്, ലൈനിലെ വോൾട്ടേജാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ സെറ്റിങ്ങുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം കാണിക്കുന്നത് ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലോട്ട്. ഇപ്പം ഞാൻ മെയിൻസ് ഓഫ് ചെയ്യാം. മെയിൻസ് ഇല്ല, ബാറ്ററി ഡിസ്ചാർജ് ആകുകയാണെന്നുള്ളതാണ്. താഴോട്ടാണ് ഇതിൻ്റെ ഈ ബാറ്ററിക്കകത്ത് ഇതുണ്ടോ ചാർജിങ് ലെവൽ താഴോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്കോ മോഡ് അതുപോലെ തന്നെ UPS മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എക്കോ മോഡാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എക്കോ മോഡ് എന്നുള്ളത് UPS മോഡിലേക്ക് മാറ്റാം. ഇപ്പോൾ എക്കോ മോഡാണ്. ഇപ്പോൾ UPS മോഡിലോട്ട് മാറ്റുകയാണെങ്കിൽ മെയിൻസ് ഒന്ന് ഓൺ ചെയ്യണം.
ഇപ്പം കണ്ടോ, ഇപ്പം ആ എക്കോ മോഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ല, ഇപ്പം UPS മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ UPS മോഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ എക്കോ മോഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കാതെ. ഞാൻ വീണ്ടും അത് തിരിച്ചിടുകയാണ്, എക്കോ മോഡിലേക്ക് ഇടുകയാണ്. കണ്ടോ, എക്കോ മോഡിലേക്ക് വന്നുണ്ടോ. ഇപ്പോൾ എക്കോ മോഡ് എന്താണ്, UPS മോഡ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തൊരു ആ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ട്യൂബ് എന്ന് കണ്ടോ, ഇത് ബാറ്ററിയുടെ ചാർജിങ്, ഇത് ബാറ്ററിയുടെ സെലക്ഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററി ട്യൂബുലർ ബാറ്ററി ആണോ, അതോ ഫ്ലാറ്റ് പ്ലേറ്റ് ആണോ, അതോ SMF ബാറ്ററി ആണോ, ഏത് ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമ്മളിവിടെ ബാക്ക് സൈഡിലെ ഓപ്ഷൻ മാറ്റിയിടാൻ. ഇപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ട്യൂബുലർ ബാറ്ററിയാണ്, അതുകൊണ്ട് ഞാൻ ട്യൂബുലർ എന്നുള്ള ഇട്ടേക്കുന്നത്. നമുക്ക് മാറ്റാം. ഇപ്പം കണ്ടോ, ഇപ്പം ട്യൂബുലർ എന്നുള്ളൊരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഇപ്പം കണ്ടോ, ഫ്ലാറ്റ് എന്ന് കിടക്കുന്നത് FL. ഇത് ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷനിൽ ഇടേണ്ടത് ഫ്ലാറ്റ്. ഇനിയിപ്പോൾ നമ്മളിതല്ല SMF ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സ്വിച്ച് SMF പൊസിഷനിലേക്ക് മാറ്റണം. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, SMF എഴുതിക്കുന്നുണ്ടോ. അപ്പം നമ്മൾ ഏത് ബാറ്ററിയാണോ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച് വേണം ഇത് സെലക്ട് ചെയ്യാൻ. അപ്പം ഞാൻ ട്യൂബുലർ ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതുപോലെ എക്കോ മോഡാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഏകദേശം ചാർജിങ് ആംപിയർ കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ്, ഫ്രീക്വൻസി, ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു. ലോഡ് കണക്ട് ചെയ്ത് കാണിച്ചു. ലോഡ് നമ്മൾ 200 വാട്ട്സ് മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇത് ഓൾറെഡി കമ്പനി ഓൾറെഡി പ്രോഗ്രാം ചെയ്തേക്കുന്നതാണ്. ലോഡിൻ്റെ എത്ര ലോഡ് അതിനകത്ത് കപ്പാസിറ്റി ഉള്ളതാണെന്നുള്ളത് കമ്പനി ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കൽ മാറ്റമൊന്നും വരുന്നൊന്നുമില്ല, ഓൾറെഡി പ്രോഗ്രാം ചെയ്തേക്കുന്നതാണ്. പ്രോഗ്രാം ചെയ്തേക്കുന്ന ICക്കൊന്നും കംപ്ലയിൻറ്റ് വരാത്തതുകൊണ്ട് അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലോഡ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് ലോഡ് ചെക്ക് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചാർജിങ്, ഡിസ്ചാർജിങ്, അതുപോലെ ബാറ്ററി വോൾട്ടേജ്, മറ്റ് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു, വയറിങ് ചേഞ്ച് ചെയ്തു, അതിൻ്റെ കണക്ടറുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ, സെറ്റിങ്ങുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ചാർജിങ്, ഡിസ്ചാർജിങ്, വോൾട്ടേജ്, ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തതാണ്. നന്നായിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ ബോർഡ് അഴിച്ച് നമ്മളെല്ലാം IPA വെച്ച് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എയർ ബ്ലോ ഒക്കെ ചെയ്തതാണ്. ഇനിയിപ്പം ക്ലോസ് ചെയ്യുന്നു, കസ്റ്റമർ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ അടുത്ത നെക്സ്റ്റ് പ്രോസസ്സ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ബൈ.